ഹായ് ഗൈസ്, കാക്കനാടിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ സ്വപ്നം എന്ന് പറയാവുന്ന ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കാക്കനാടുള്ള മാജിക് ഫ്രെയിംസിൻ്റെ പുതിയ തിയേറ്ററിനെ കുറിച്ചാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാക്കനാടുള്ള മാജിക് ഫ്രെയിംസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് എന്നുള്ള തിയേറ്ററിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കത്തെ ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ എത്തി. അപ്പോൾ ഇവരുടെ പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഉണ്ട്. പുറത്തും അതായത് അകത്തും ബേസ്മെൻറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ആർട്ട് വർക്കുകളും പരിപാടികളെല്ലാം കാണാം. നമ്മൾ സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അവരുടെ ടിക്കറ്റ് കൗണ്ടറിലാണ്. അപ്പോൾ ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയും കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇവിടെ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വളരെ അടിപൊളിയാണ്. ലൈറ്റ്സൊക്കെ ഒരുപാട് ലൈറ്റ്സും പിന്നെ ഒരു ഗ്ലാസി, അതായത് ഭയങ്കര റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ വരുന്നത് 4 സ്ക്രീനുകളാണ്. അതിൽ ഒരു സ്ക്രീനാണ് നമുക്ക് LED സ്ക്രീൻ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ സോഫ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ ഓരോ പടത്തിൻ്റെയൊക്കെ ഡിസ്പ്ലേ, ചെറിയ രീതിയിൽ ഏതൊക്കെ പടമാണ് എന്നുള്ള രീതിയിലുള്ള ഡിസ്പ്ലേകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി, അതായത് പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ ബുക്കിങ്ങുകളെല്ലാം ഡിസ്ട്രിക്ട്, അതായത് സൊമാറ്റോൻ്റെ ആപ്പ് വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ബുക്ക് മൈ ഷോയിലൊന്നും അവൈലബിൾ അല്ല. പിന്നെ വാഷ്റൂമൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക പ്രീമിയമാണ്. പിന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള LED സ്ക്രീനാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ തിയേറ്ററിൽ എവിടെ നോക്കിയാലും നമുക്ക് മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോ കാണാം. ഈ വാട്ടർ പ്യൂരിഫയറിലാണെങ്കിലും പിന്നെ വാഷ്റൂമിലാണെങ്കിലും പോപ്കോൺ മേടിക്കുന്ന ആ ഒരു ബോക്സിലാണെങ്കിലും അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഇവരുടെ ആ ഒരു ലോഗോ കാണാം. സ്ക്രീൻ 1ലാണ് കേട്ടോ LED സ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊജക്ടർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഡയറക്റ്റ് LED സ്ക്രീൻ ത്രൂ ആണ് ഇത് നമുക്ക് അതിൻ്റെ വിഷ്വൽസ് തരുന്നത് എന്നുള്ളതാണ്. മാഗ്നോവ എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് LED 4K HDR സിനിമ സ്ക്രീനാണ് കേട്ടോ ഇത്. 14 മീറ്റർ വീതിയും 6 മീറ്റർ ഉയരവുമുള്ള ഒരു വലിയ സ്ക്രീനാണ് കേട്ടോ ഇത്. ഇവിടുത്തെ സൗണ്ട് വരുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ സീറ്റൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല സൗണ്ട് വരുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മൾ കാണാൻ പോയ പടം എന്ന് പറയുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർവെൽ ആയ സമയത്ത് നമ്മൾ ഇവരുടെ തന്നെ ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വളരെ കൂടുതലല്ല എങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള കൂടുതലായിട്ട് ഫീൽ ചെയ്തു നമുക്ക് ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ പോപ്കോണൊക്കെ നോർമൽ വരുന്നത് 250 ആണ്. പിന്നെ ചീസ് പോപ്കോണൊക്കെ വരുന്നത് 300. അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്സ് വരുന്നത്. അപ്പോൾ അത്രക്ക് അഫോർഡബിൾ അല്ല ഒരു നോർമൽ ഒരു ആവറേജ് ആൾക്കാരെ അപേക്ഷിച്ച്. പക്ഷേ ഓക്കെ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ കയറി. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് നല്ല ബ്രൈറ്റാണ്. പിന്നെ ബ്ലാക്ക് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കോൺട്രാസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ LED സ്ക്രീനിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് റോയ്ക്ക് 290 പ്ലസ് നമ്മുടെ ഓൺലൈൻ ചാർജസ്. പിന്നെ അടുത്ത ഇത് വരുമ്പോൾ നമുക്ക് 490 പ്ലസ് ഓൺലൈൻ ചാർജസ്. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു റിക്ലൈനർ 690 ആണ് പ്ലസ് ഓൺലൈൻ പരിപാടി ചാർജസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തിയേറ്ററിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം. അതല്ല ഇനി നിങ്ങൾ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.